കോഫി പൗഡറും പഞ്ചസാരയും തേനും കൊണ്ട് നമുക്ക് ആദ്യം ഒരു സ്ക്രബ് ഇടാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല. വീക്കിലി 2 times 3 times മാത്രം സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഭയങ്കര ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യാനും പാടില്ല. സർക്കുലർ മോഷനിൽ മാത്രം സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലിപ്പിൽ ഒന്നിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല. ഓയിൽ, തേന്, നെയ്യ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് സ്ക്രബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ജ്യൂസ്, ലെമൺ അതൊക്കെ ഒഴിവാക്കണത് ഏറ്റവും നല്ലതായിരിക്കും. ചിലർക്ക് വെയിലത്ത് പോകുമ്പോൾ ഫേസിനേക്കാൾ നന്നായിട്ട് ചുണ്ട് ടാൻ അടിക്കുന്നവരുണ്ടാവും. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നല്ല കരിവാളിപ്പ് വന്നവരുണ്ടാവും. അവരൊക്കെ ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഫേസ് എങ്ങനെയാണോ നമ്മൾ കെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ സ്പെഷ്യൽ കെയർ ലിപ്പിനും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ചിലർ പറയും ലിപ്പ് കെയർ ചെയ്തിട്ട് കാര്യമില്ല, ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നതാണ് പിന്നെയും കരുവാളിക്കുന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ലിപ്പ് കരുവാളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ വേറെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ ചുണ്ടിലടിച്ചിരുന്ന ടാനും പിന്നെ ഡെഡ് സെൽസൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് കളയേണ്ട ആവശ്യമില്ല. ഒരു 5-10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇത് സ്ക്രബ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് തുടച്ച് മാറ്റാം. ഇത് കഴുകണേക്കാളും നല്ല നമ്മളൊരു കോട്ടനോ ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് തുടച്ച് കളയുന്നതായിരിക്കും. നോർമൽ വാട്ടറിനേക്കാളും തണുത്ത വെള്ളം എടുക്കുന്നതായിരിക്കും നല്ലത്. ഭയങ്കര തണുപ്പുള്ള വെള്ളമല്ല, ഒരു മീഡിയം തണുപ്പുള്ള വെള്ളം എടുക്കാം. അപ്പം ഞാൻ തണുത്ത വെള്ളം എടുക്കണേ. പിന്നെ ഞാനൊരു കോട്ടൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് ഈ കോട്ടൺ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇത് തുടച്ച് കളയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചുണ്ടിലുള്ള മാറ്റം. പിന്നെ ഒരുപാട് ബലം ഉപയോഗിച്ച് തുടയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ചുണ്ട് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പതുക്കെ നൈസായിട്ട് വേണം തുടച്ച് മാറ്റാനായിട്ട്. അപ്പം ഞാൻ ഫുള്ളായിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഡെഡ് സെൽസ് ഒക്കെ നന്നായിട്ട് പോയി ചുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി തന്നെ ഉപയോഗിക്കണം. മഞ്ഞൾപ്പൊടിക്ക് പകരം വേറെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. പിന്നെ വേണ്ടത് തേനാണ്. തേനും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് ഒറിജിനൽ തേനാണ്. ഒറിജിനൽ തേൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ തേന് നമ്മുടെ ചുണ്ട് നന്നായിട്ട് മോയ്സ്ചറായിട്ട് വെക്കാനായിട്ട് സഹായിക്കും. പിന്നെ തേൻ ഒരുപാടൊന്നും എടുക്കണ്ട, 2-3 തുള്ളി എടുത്താൽ മതി. അതേപോലെ തന്നെയാണ് മഞ്ഞൾപ്പൊടി. ലിപ്പിലേക്ക് ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ട ഐറ്റാണ് ചെറുനാരങ്ങാനീര്. ചെറുനാരങ്ങാനീര് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം ചിലർക്ക് ചെറുനാരങ്ങാനീര് ഉപയോഗിക്കുമ്പോൾ ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ 3 ഐറ്റംസ് ആണ് നമ്മുടെ പാക്കിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാക്ക് ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മളിപ്പോൾ ചുണ്ട് തുടച്ച് വെച്ചേക്കുന്ന കാരണം ചുണ്ടിനൊരു നനവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ നനവോട് കൂടി തന്നെ ഇത് ചുണ്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ചുണ്ടിലേക്ക് അബ്സോർബ് ആയിക്കോളും. ഇത് ചുണ്ടിൻ്റെ എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. ചിലർക്ക് ലെയറിൽ മാത്രം നല്ല ഡാർക്ക്നെസ് ഉണ്ടാവും, അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ അപ്പം തന്നെ കഴുകി കളയാൻ പാടില്ല. ഇത് കുറച്ച് നേരം നമ്മുടെ ചുണ്ടിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് നമ്മുടെ ചുണ്ടിലിരുന്ന് വലിയുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ചുണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ചുണ്ടിൻ്റെ കരുവാളിപ്പ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഡെഡ് സെൽസ് ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഈ പാക്ക് നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.